മലബാറുകാരുടെ നീട്ടിയുള്ള ഒരു വിളിയുണ്ട്, എൻ്റെ മുത്തപ്പ. കൂടുതൽ വിശേഷണങ്ങളും വിശദീകരണങ്ങളും മുത്തപ്പന് ആവശ്യമില്ല. ജാതിമത ലിംഗ വർണ്ണഭേദമില്ലാതെ ഏവരെയും തന്റെ സന്നദ്ധിയിലേക്ക് ക്ഷണിക്കുന്ന പറശ്ശിനി മുത്തപ്പൻ ശക്തിയുടെയും ധൈര്യത്തിന്റെയും സ്വരൂപമാണ്. ചതിച്ചയാളെ വിശ്വസിക്കൂല, വിശ്വസിച്ചയാളെ ചതിക്കൂല. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു മുത്തപ്പൻ. കണ്ണൂരുകാരുടെ പ്രിയങ്കരനായ മുത്തപ്പനെ കുറിച്ച് നമുക്കൊന്നറിഞ്ഞാലോ? സാധാരണക്കാരിൽ ഒരുവനായി സാധാരണക്കാർക്കൊപ്പം നിന്ന് സാധാരണക്കാർക്ക് വേണ്ടി പൊരുതിയ വീരാവതാരം. അതാണ് മുത്തപ്പനെ മറ്റു ദൈവങ്ങളിൽ നിന്നും ആരാധനാ മൂർത്തികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ദൈവം എന്ന നിലയിലാണ് മലബാറിലെയും കുടകിലെയും ജനങ്ങൾ മുത്തപ്പനെ കാണുന്നത്. ഗ്രീക്കുകാർക്ക് അപ്പോളോ ദേവൻ എന്ന പോലെ മലബാറുകാർക്കും കർണാടകത്തിലെ കുടകർക്കും മുത്തപ്പൻ പ്രിയ ദൈവമാണ്. കൺമുന്നിൽ കാണുകയും ഭക്തനോട് നേരിട്ട് ഉരിയാടുകയും ചെയ്യുന്ന ദൈവമാണ് മുത്തപ്പൻ. ചതിച്ചയാളെ വിശ്വസിക്കൂല, വിശ്വസിച്ചയാളെ ചതിക്കൂല. നിന്നിടം തുടിക്കില്ല, തളച്ച മരം പൊരിക്കില്ല. രണ്ടവസ്ഥയില്ല, ഇരുനിറമില്ല മുത്തപ്പന്. ഇതാണ് പ്രിയങ്കരനായ മുത്തപ്പനെ കുറിച്ച് ഭക്തരുടെ വിശ്വാസം. മറ്റ് ദൈവസങ്കല്പങ്ങളിൽ നിന്ന് മുത്തപ്പന്റെ ആരാധനാ സമ്പ്രദായങ്ങൾ അല്പം വ്യത്യസ്തമാണ്. പയൻകുറ്റിയും വെള്ളാട്ടവും തിരുപ്പനവുമൊക്കെയാണ് മുത്തപ്പന്റെ ഇഷ്ട വഴിപാടുകൾ. മുത്തപ്പനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളാണ് മടപ്പുരകൾ. ഇവിടെ പൂജകൾ അർപ്പിക്കുന്നത് മടയന്മാർ എന്നറിയപ്പെടുന്ന കിണർ കുഴിച്ച് വെള്ളം കണ്ടാൽ വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ വിവാഹം നടന്നാൽ എന്തിനും ഏതിനും മുത്തപ്പ വിശ്വാസികൾക്ക് പയൻകുറ്റിയാണ് വഴിപാട്. രാവിലെ വെക്കുന്ന പയൻകുറ്റി ഉണ്ടെങ്കിലും മിക്കയിടത്തും അന്തിപ്പയൻകുറ്റിയാണ് നടത്താറുള്ളത്. അവിൽ, കടല, ഉണക്കമുള്ളൻ, പിന്നെ കള്ളും റാക്കും മുത്തപ്പൻ അർപ്പിക്കാനുള്ള പൂജാദ്രവ്യങ്ങൾ ഇതൊക്കെയാണ്. ചടങ്ങിന് മദ്യം ഉപയോഗിക്കുമെങ്കിലും പുല്ലാന്തണ്ടിൽ കുടയുന്ന മദ്യമേ ചടങ്ങിന് ആവശ്യമുള്ളൂ. മുത്തപ്പനെ ആരാധിക്കുന്നിടത്ത് നൽകുന്ന പ്രസാദത്തിലുമുണ്ട് പ്രത്യേകത. പുഴുങ്ങിയ വൻപയർ, ചെറുപയർ അല്ലെങ്കിൽ കടല, ചുട്ടെടുത്ത ഉണക്കമീൻ, മുള്ളൻ അല്ലെങ്കിൽ സ്രാവ്, തെങ്ങിൻ കള്ള, തേങ്ങാപ്പൂൾ എന്നിവയാണ് പയൻകുറ്റി കഴിച്ചാൽ പ്രസാദമായി നൽകുന്നത്. മുത്തപ്പ വിശ്വാസികളിൽ പലതരക്കാരുണ്ട്. അതിസമ്പന്നർ മുതൽ പട്ടിണി പാവങ്ങൾ വരെ മുത്തപ്പനിൽ ആശ്വാസം തേടുന്നവരായുണ്ട്. മുത്തപ്പൻ അർപ്പിക്കുന്ന വഴിപാടുകളും അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ളവയാകും. 10,000 മുതൽ 30,000 രൂപ വരെയാണ് മുത്തപ്പന്റെ വെള്ളാട്ടത്തിന് ചെലവ്. തുച്ഛമായ ചെലവിൽ നടത്താവുന്ന വഴിപാടെന്ന നിലയ്ക്കാണ് പയൻകുറ്റി ഭക്തർക്കിടയിൽ പ്രിയങ്കരമാകുന്നത്. 1000 രൂപയിൽ കുറഞ്ഞ ചെലവിൽ പയൻകുറ്റി നടത്താമെന്നിരിക്കെ വെള്ളാട്ടത്തിന് 30,000വും അതിനു മുകളിലുമാണ് ചെലവ്. വെള്ളാട്ടം കഴിപ്പിക്കാനാവാത്ത സാധാരണക്കാർക്കും മുത്തപ്പ പ്രീതിക്കാൻ നടത്താവുന്ന വഴിപാടാണ് പയൻകുറ്റി. ജാതിമത ഭേദമില്ലാതെ മുത്തപ്പന്റെ ആരാധകർ അനുദിനം ഏറുകയാണ്. മുത്തപ്പ പ്രീതിക്കും അനുഗ്രഹത്തിനും വേണ്ടി വെള്ളാട്ടം കഴിക്കുക എന്ന രീതി മലബാറിന് പുറമെ നേരത്തെ തന്നെ വ്യാപിച്ചു തുടങ്ങിയിരുന്നു. ഭക്തജനങ്ങൾ അവരുടെ പ്രാർത്ഥന ഫലിച്ചതിന്റെ ഉപകാരസ്മരണയിൽ പൊടിക്കളങ്ങളും മടപ്പുരകളും നിർമ്മിച്ചു നൽകുന്നതും മുത്തപ്പനോടുള്ള ഭക്തിയുടെ ഉദാഹരണങ്ങളാണ്. രാജ്യത്തിനകത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ മുത്തപ്പൻ മടപ്പുരകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും വരെ പയൻകുറ്റിയും മുത്തപ്പൻ വെള്ളാട്ടവും നടത്തുന്നുവെന്നതാണ് വാസ്തവം.